നമസ്കാരം. ഏവർക്കും മലയാളം ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ആറ്റുമണമേൽ ഉണ്ണിയാർച്ച എന്ന വടക്കൻ പാട്ടിനെ കുറിച്ചാണ് ക്ലാസ്സിൽ ചർച്ച ചെയ്യുവാൻ പോകുന്നത്. വടക്കൻ പാട്ടുകളെ മൂന്നായി തരംതിരിക്കുന്നുണ്ട്: പുത്തൂരം പാട്ടുകൾ, തച്ചോളി പാട്ടുകൾ. ഈ രണ്ട് ഗണത്തിലും പെടാത്ത ഒറ്റയൊറ്റ പാട്ടുകൾ. പുത്തൂരം പാട്ടുകളിൽ വീരനായകർ ആരോമൽ ചേകവർ, ആരോമൽ ഉണ്ണി, ഉണ്ണിയാർച്ച തുടങ്ങിയവരാണ്. തച്ചോളി പാട്ടുകളിൽ പാലാട്ടുകോമൻ, തച്ചോളി ഒതേനൻ, തച്ചോളി ചന്തു തുടങ്ങിയവരാണ് നായകർ. പുത്തൂരം പാട്ടുകളിലെ നായകർ തീയ സമുദായക്കാരാണെങ്കിലും തച്ചോളി പാട്ടുകളിലെ നായകർ നായന്മാരാണ്. പുത്തൂരം വീട്ടിലെ ഉണ്ണിയാർച്ച വിവാഹശേഷം ആറ്റുമണമേലെ കുഞ്ഞിരാമന്റെ ഭാര്യയായി കഴിയുന്ന കാലത്ത് രാത്രിയിൽ ഒരു സ്വപ്നം കണ്ട് ഉണരുകയാണ്. ലോകനാർക്കാവിൽ പൂരവും അയ്യപ്പൻ കാവിൽ വിളക്കും നടക്കുകയാണ്. അയൽക്കാരികളായ സ്ത്രീകൾ പോകുന്നുണ്ട്. അവൾക്ക് ഉത്സവത്തിന് പോകണമെന്നുള്ള മോഹം വർദ്ധിച്ചു. പുലരാൻ 7:30 രാവുള്ളപ്പോൾ ഞെട്ടിയുണർന്ന ഉണ്ണിയാർച്ച മുടി കുടഞ്ഞു കെട്ടി, വസ്ത്രം കുടഞ്ഞുടുത്ത് തൻ്റെ ജോലികൾ ചെയ്യാൻ ആരംഭിച്ചു. പ്രഭാതത്തിൽ കൊളുത്താറുള്ള വിളക്ക് കത്തിച്ചു വെച്ചു. അപ്പോഴേക്കും പൂങ്കോഴിച്ചാത്തൻ പ്രഭാതമായി എന്ന് ഉദ്ഘോഷിച്ചുകൊണ്ട് കൂവാൻ തുടങ്ങിയിരുന്നു. പടകാളിമുറ്റത്ത് ചെന്നു നിന്ന ഉണ്ണിയാർച്ച മണ്ഡപത്തിൻ്റെ അടുത്തു ചെന്ന് ഭൂമി തൊട്ട് നെറുകയിൽ വെച്ച് സൂര്യഭഗവാനെ കൈതൊഴുതു. മുറ്റമടിക്കാനുള്ള ചൂലെടുത്ത് മുറ്റമടി തുടങ്ങി. അതിനുശേഷം അടിതളി പൂജ കഴിച്ച് 4 കെട്ടിനകത്തേക്ക് കടന്നു ചെന്നു. പാത്രങ്ങളെല്ലാം കഴുകി അടുക്കി വെച്ച് രാവിലത്തെ കഞ്ഞിക്കുള്ള വെള്ളം കോരി അടുപ്പിൽ വെച്ചു. നാഴിയെടുത്ത് 5 നാഴി അളന്നെടുത്തു. ആദ്യം വെള്ളത്തിലും പിന്നീട് പാലിലും കഴുകി പദം വരുത്തി അടുപ്പത്തിട്ടു. പിന്നീട് കഞ്ഞിക്കൊരു കറിയും തയ്യാറാക്കി. ഉണ്ണിയാർച്ച ഉമിക്കരിയും വെള്ളവും എടുത്ത് 4 കെട്ടിനകത്ത് കടന്ന് അച്ഛനെ വിളിച്ചു. ആരാണ് വിളിക്കുന്നതെന്ന് ചോദിച്ച അദ്ദേഹത്തോട് ഞാനാണ് വിളിച്ചതെന്ന് പറയുന്നു. എന്തിനാണ് വിളിച്ചതെന്ന് ചോദിച്ച അച്ഛനോട് രാവിലത്തെ കഞ്ഞി കുടിക്കാനാണെന്ന് ഉണ്ണിയാർച്ച പറഞ്ഞു. നേരം പുലർന്നിട്ടില്ലല്ലോ, കഞ്ഞി കുടിക്കാൻ നേരമായില്ലല്ലോ എന്ന് പറഞ്ഞ അച്ഛനോട് ഉണ്ണിയാർച്ച തന്റെ ആഗ്രഹം പറഞ്ഞു. പുത്തൂരം വീട്ടിൽ നിന്ന് വന്നതിൽ പിന്നെ കാഴ്ചയും വേലയും ഞാൻ കണ്ടിട്ടില്ല. അല്ലിമലർ കാവിൽ കൂത്തും അയ്യപ്പൻ കാവിൽ വിളക്കും നടക്കുകയാണ്. അയൽ വീടുകളിലുള്ള സ്ത്രീകളെല്ലാം പോകുന്നുണ്ട് എന്നും അവൾ പറഞ്ഞു. അല്ലിമലർ കാവിലും അയ്യപ്പൻ കാവിലും അഞ്ജന കാവിലുമൊക്കെ നീ ആരെ തുണക്കൂട്ടിയാണ് പോവുകയെന്ന് അച്ഛൻ ഉണ്ണിയാർച്ചയോട് ചോദിച്ചു. എൻ്റെ ഭർത്താവിനെ, അദ്ദേഹത്തെ തുണക്കൂട്ടി എന്നായിരുന്നു മറുപടി. അത് കേട്ട അച്ഛൻ അവന് നേരമുണ്ടാവില്ലെന്നും പുതുശ്ശേരിയിൽ പയറ്റുള്ളതാണെന്നും പറഞ്ഞു. പയറ്റ് തുടങ്ങുമ്പോൾ 1000 പണം കിട്ടും, നിർത്തുമ്പോൾ 1001 കിട്ടും. അതുമാത്രമല്ല, എനിക്കൊരു മകൻ മാത്രമേയുള്ളൂ. നാഗപുരമെന്നും വളർക്കോട്ടെന്നും നീ കേട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന അച്ഛൻ തന്നെ മറുപടിയും പറഞ്ഞു. അമ്മയെയും പെങ്ങന്മാരെയും തിരിച്ചറിയാൻ കഴിയാത്ത മാപ്പിളമാർ പുളയ്ക്കുന്ന നാടാണത്. ആ വഴിയിലൂടെ ആർക്കും നടക്കാൻ പറ്റില്ല. കാരണം പട്ടുടുത്തു പോകുന്നവരുടെ പട്ട് അവർ അഴിച്ചെടുക്കും. വരുന്നത് ചമഞ്ഞൊരുങ്ങി വരുന്ന പെണ്ണാണെങ്കിൽ അവരുടെ വസ്ത്രമഴിച്ച് നഗ്നരാക്കിയിട്ടേ വിടുകയുള്ളൂ. ഒത്ത പെണ്ണാണ് നീ, അതിനെന്താണ്? എൻ്റെ ഭർത്താവ് എനിക്ക് തുണയായിട്ടുണ്ടല്ലോ എന്നാണ് ഉണ്ണിയാർച്ച പറയുന്നത്. നിന്നെ അവർ കണ്ടാൽ മൂപ്പന്റെ മാളികയിലേക്ക് കൊണ്ടുപോകും. എൻ്റെ ഒറ്റ മകനെ നീ കൊല്ലിക്കരുതെന്നും ആ പിതാവ് പറഞ്ഞു. അത് കേട്ട ഉണ്ണിയാർച്ച അച്ഛനോട് പറഞ്ഞു. പുത്തൂരം വീട്ടിൽ ജനിക്കുന്ന കുട്ടികൾ അഴകോടെ മാത്രമേ ജനിക്കൂ. അവരാരെങ്കിലും ആണുങ്ങളെ കൊല്ലിച്ചതായി കേട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. പൊറുതിമുട്ടിയ അച്ഛൻ അമ്മയോട് ചോദിക്കൂ എന്ന് പറഞ്ഞ് തടി തപ്പി. അമ്മയുടെ കിടപ്പുമുറിയുടെ വാതിൽക്കൽ ചെന്ന് കഞ്ഞി കുടിക്കാനായി ഉണ്ണിയാർച്ച ക്ഷണിച്ചു. നേരം പുലരുന്നതിന് മുൻപ് കഞ്ഞി കുടിക്കുന്നത് എങ്ങനെ എന്ന് ചോദിക്കുന്ന അമ്മയോട് തനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന മുഖവരയോടെ പുത്തൂരം വീട്ടിൽ നിന്ന് വന്നതിൽ പിന്നെ പല കാഴ്ചകളും വേലകളും താൻ കണ്ടിട്ടില്ലെന്നും അതുകൊണ്ട് അല്ലിമലർ കാവിലെ കൂത്തും അയ്യപ്പൻ കാവിലെ വിളക്കും കാണാൻ പോകണമെന്ന ഉണ്ണിയാർച്ച പറഞ്ഞു. അയൽപക്കത്തെ സ്ത്രീകളെയും ഒക്കെ പോകുന്നുണ്ടെന്നും അറിയിച്ചു. ആരെ തുണകൂട്ടിയാണ് നീ പോകുന്നത്? എൻ്റെ മകനെ കൊലയ്ക്ക് കൊടുക്കല്ലേ എന്നും അമ്മ പറഞ്ഞു. എൻ്റെ ഭർത്താവ് തുണയായി വരുമെന്ന് ഉണ്ണിയാർച്ച പറഞ്ഞപ്പോൾ ആ മോഹം നീ മനസ്സിൽ വെക്കണ്ട, അവന് പുതുശ്ശേരിയിൽ പയറ്റുണ്ടെന്നും അമ്മ പറഞ്ഞു. പാണനെ തുണ കൂട്ടി വേണമെങ്കിൽ പോയിക്കോ എന്ന് അമ്മ പറഞ്ഞപ്പോൾ ഉണ്ണിയാർച്ചയുടെ മുഖം വാടി. പുത്തൂരം വീട്ടിലെ പെണ്ണുങ്ങളാരും ഇന്നുവരെ പാണനെ തുണ കൂട്ടി പോയിട്ടില്ല. നിങ്ങളുടെ പാരമ്പര്യമാണ് നിങ്ങൾ പറഞ്ഞത്. ചേകോന്മാരായ ഞങ്ങൾക്ക് അങ്ങനെയൊരു പാരമ്പര്യമില്ലെന്നും അമ്മ എവിടെയെങ്കിലും പോകുമ്പോൾ അച്ഛനാണ് കൊണ്ടുപോകാറുള്ളതെന്നും ഈർഷ്യയോടെ ഉണ്ണിയാർച്ച പറഞ്ഞു. അത് കേട്ട് അമ്മ എനിക്കൊരു മകൻ മാത്രമേ ഉള്ളൂ, അവനെ നീ കൊണ്ടുപോയി കൊല്ലിക്കരുതെന്നും പറഞ്ഞു. അത് കേട്ട് ഉണ്ണിയാർച്ചയ്ക്ക് ദേഷ്യമിരട്ടിച്ചു. ഞാൻ പുത്തൂരം വീട്ടിലെ കണ്ണപ്പ ചേകവരുടെ മകളാണെന്നും ധീരയായി തന്നെയാണ് ജനിച്ചിട്ടുള്ളതെന്നും പോകണമെന്നും ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ പോവുക തന്നെ ചെയ്യുമെന്നും പറഞ്ഞ് അവൾ അവിടെ നിന്നും പോയി. അടുക്കള കോലായിൽ ചെന്ന് ഉമിക്കരിയും വെള്ളവും എടുത്ത്
നാലുകെട്ടിലുള്ള കുഞ്ഞിരാമന്റെ മുറിയിലേക്ക് ചെന്ന ഉണ്ണിയാർച്ച രാവിലത്തെ കഞ്ഞി കുടിക്കാൻ വരണമെന്ന് പറഞ്ഞു. വേഗം എഴുന്നേറ്റ കുഞ്ഞിരാമൻ പല്ലു തേച്ച് മുഖം കഴുകി ഭസ്മം തൊട്ട് കഞ്ഞി കുടിക്കാനിരുന്നു. ആടിക്കുഴഞ്ഞു വന്ന ഉണ്ണിയാർച്ച തന്റെ ആഗ്രഹം അറിയിച്ചു. പുത്തൂരം വീട്ടിൽ നിന്ന് ആറ്റുമണമേൽ വന്നതിൽ പിന്നെ വേലയും പൂരവും ഒന്നും കണ്ടിട്ടില്ലെന്നും അതുകൊണ്ട് അല്ലിമലർ കാവിലെ കൂത്തും അയ്യപ്പൻ കാവിലെ വിളക്കും കാണാൻ പോകണമെന്നും പറഞ്ഞു. എനിക്ക് സമയമില്ല, കളരിയിൽ പോകാതെ കഴിയില്ല എന്ന് കുഞ്ഞിരാമൻ പറഞ്ഞത് കേട്ടപ്പോൾ പോകണമെന്ന് ഞാൻ തീരുമാനിച്ചതാണ്. നിങ്ങൾക്ക് വരാൻ കഴിയുമോ എന്ന് പറഞ്ഞാൽ മതിയെന്നായി ഉണ്ണിയാർച്ച. മധ്യകാലഘട്ടത്തിലെ ജനജീവിതത്തിന്റെയും ചിന്തകളുടെയും പ്രതിഫലനം ഉണ്ണിയാർച്ചയുടെ കൂത്ത് കാണാൻ പോയ കഥ എന്ന ഭാഗത്ത് കാണാം.